അസ്സലാമലൈക്കും. 7ാം ക്ലാസ്സിൻ്റെ അറബി പാഠപുസ്തകം 36-ാമത്തെ പേജാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നുലാഹിളുൽ മൻളൂമ വനതഅറഫ്. കവിതയിലേക്ക് നോക്കാം, എന്നിട്ട് മനസ്സിലാക്കാം. കവിതയിൽ കൊടുത്ത ചില വരികളുടെ ഭാഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നഹ്നു നഅ്താനി, നഹ്നു നത്ലുബു, നഹ്നു നുഖവ്വി, നഹ്നു നബ്ഇ. ഇവിടെ ലമീർ നഹ്നു എന്നതായി വന്നപ്പോൾ മുളാരിയായ ഫിഅലിൻ്റെ ആദ്യത്തെ അക്ഷരം നൂന് കൊടുത്തതായി കാണാം. നമ്മൾ മുമ്പേ പഠിച്ചതാണ്. മുളാറത്തിൻ്റെ അക്ഷരങ്ങൾ 4 പഠിച്ചിട്ടുണ്ട്. അലിഫ്, നൂന്, യാ, താ. ഈ 4-ൽ ഏതെങ്കിലും ഒന്നാണ് വരിക. ഈ 4 ഓരോ അർത്ഥവുമുണ്ട്. അലിഫ് വന്നാൽ ഞാൻ എന്നാണ്, നൂന് വന്നാൽ ഞങ്ങൾ എന്നാണ്, യാ വന്നാൽ അവൻ എന്നാണ്, താ വന്നാൽ നീ അല്ലെങ്കിൽ അവൾ എന്നാണ്. ഇതിൽ നൂന് വന്നിരിക്കുന്ന പ്രവർത്തനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തൊട്ടടുത്ത പേജിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റി കൊടുത്തത് കാണാം. ഇവിടെ ഒരാൺകുട്ടിയാണ്. അന അൽ അബു, ഞാൻ കളിക്കുന്നു. അത് ഞങ്ങളാക്കുമ്പോൾ നഹ്നു നൽ അബു, ഞങ്ങൾ കളിക്കുന്നു എന്നായിട്ടുണ്ട്. താഴെയുള്ളവയുടെ എന്താണ് വരേണ്ടത്, നമ്മളത് ചേർക്കണം. ഇവിടെയും കുട്ടികൾ കളിക്കുന്നതാണ് കാണുന്നത്. അതിന് നമുക്കിവിടെ ഒരാളാണ് കളിക്കുന്നത്. ആണായാലും പെണ്ണായാലും അന എന്നുള്ളതിന് മാറ്റമൊന്നുമില്ല. ഇവിടെ അന അൽ അബു, നഹ്നു നൽ അബു. ഇവിടെ വായിക്കുകയാണ്, ഖറഅയാണ്. അന അഖ്റഉ, നഹ്നു നഖ്റഉ. ഇവിടെ എഴുതുകയാണ്. അന അക്തുബു, നഹ്നു നക്തുബു. എന്നെ നമുക്കിതിനെ പൂരിപ്പിക്കാം. അടുത്ത പേജിൽ ഈ ഭാഗത്ത് വന്നിരിക്കുന്ന മുഫ്രദുകളും ജംഉകളും കൊടുത്തിട്ടുണ്ട്. അനീസത്ത്, അനീസാത്ത്, ഹയവാന്, ഹയവാനാത്ത്, ഹുൽമ്, അഹ്ലാമ്, ഐന്, അഅ്യുൻ, മർള്, അമ്രാള്. താഴെ ചില വാക്കർത്ഥങ്ങൾ, പുതിയ പദങ്ങളുടെ അർത്ഥങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിലേതെങ്കിലും നോട്ടിലേക്ക് എഴുതിയിട്ടില്ലെങ്കിൽ അവ നോട്ടിൽ എഴുതി പഠിക്കേണ്ടതാണ്. ഇതോടെ നമ്മുടെ 2ാമത്തെ യൂണിറ്റ് പ്രവർത്തനങ്ങൾ അവസാനിച്ചു.